ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് ഓൺലി PSCയിലെ അടുത്ത ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവങ്ങൾ, പ്രക്ഷോഭങ്ങൾ, പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മളതിൽ ഒരുപാടൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. അപ്പൊ പണ്ടാരപ്പാട്ട വിളംബരത്തിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് എന്തൊക്കെ പഠിച്ചു വെക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പണ്ടാരപ്പാട്ട വിളംബരം വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവർക്കും അറിയാം. അതായത് എപ്പോഴും ഡേറ്റ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്താണെന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ പണ്ടാരപ്പാട്ട വിളംബരത്തിലേക്ക് ഇതാ നമ്മൾ ഓടി പോവുകയാണ്. പണ്ടാരപ്പാട്ട വിളംബരം. ഓക്കെ, അപ്പൊ നമ്മൾ പണ്ടാരപ്പാട്ട വിളംബരം പഠിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് എന്താണ്? 1865 പണ്ടാരപ്പാട്ട വിളംബരം നടന്നത്. 1865 ഓർമ്മ കിട്ടണില്ലെങ്കിൽ എഴുതി പഠിക്കുക. 1865 പണ്ടാരപ്പാട്ട വിളംബരം നടന്നത്. ക്ലിയർ ആയല്ലോ? ഇനി സ്ക്രീനിലേക്ക് വരാം. എന്താണ് പറയാൻ പോകുന്നത്? 1865 ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്. അപ്പോ ഈ വരിയിൽ തന്നെ നമുക്ക് പഠിച്ചു വെക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട്? 1865 പണ്ടാരപ്പാട്ട വിളംബരം. ആരുടെ കാലത്താണ്? ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം നടന്നത്. എവിടെയാണ് ഈ വിളംബരം ഉണ്ടായത്? തിരുവിതാംകൂറിലാണ്. ഓക്കെ, അപ്പൊ 1865 ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് തിരുവിതാംകൂറിലാണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്. ക്ലിയർ? ഇതനുസരിച്ച് സർക്കാർ വസ്തുവിൽ കുടിയാന് സ്ഥിരാവകാശം കിട്ടി. അതായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് സർക്കാർ വസ്തുക്കളില് കുടിയാന് സ്ഥിര അവകാശം കിട്ടി. ഓക്കെ, പോയിന്റ് പഠിച്ചു വെക്കുക. അതായത് സർക്കാർ വസ്തുക്കളിൽ കുടിയാന് സ്ഥിരാവകാശം കിട്ടി. വസ്തു കൈമാറ്റം ചെയ്യാം. അതായത് സ്ഥിരാവകാശം കിട്ടി നമുക്ക് ആ വസ്തുവിൽ. അപ്പൊ നമുക്ക് ആ വസ്തു കൈമാറ്റം ചെയ്തൂടെ? അപ്പൊ വസ്തു കൈമാറ്റം ചെയ്യാൻ പറ്റും. ദെൻ പിന്മുറക്കാരന് ഈ വസ്തു അവകാശമുറക്കി കിട്ടും. ഓക്കെ, നമുക്കൊരു വസ്തു കിട്ടിയാൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് അതിന്റെ അവകാശം ഉണ്ടല്ലേ? അപ്പൊ ആ അവകാശം നെക്സ്റ്റ് ജനറേഷന് കൈമാറാം. അതാണ് പറയുന്നത്. പിന്മുറക്കാരന് ഈ വസ്തു അവകാശമുറക്കി കിട്ടും. ദെൻ ഭൂമി മെച്ചപ്പെടുത്താൻ പാട്ടക്കാരന് അവകാശമുണ്ട്. അതായത് ആ ഭൂമിയിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാനുള്ള അവകാശം ആ പാട്ടക്കാരന് കിട്ടി. പൊതു ആവശ്യത്തിനു വേണ്ടി സർക്കാർ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? പാട്ടക്കാരന് ആ ഭൂമിയുടെ വില നൽകും. ഇപ്പൊ നമ്മൾ റോഡ് പണി അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെന്റും ഒക്കെ ചെയ്യുമ്പോൾ ആ ഭാഗത്തുള്ള സ്ഥലങ്ങളൊക്കെ അവർ ഏറ്റെടുക്കുന്നു. അപ്പൊ ആളുകൾക്ക് അതിന്റെ എത്രയാണോ വില അത് നൽകുന്നത് നമ്മൾ കാണാറുള്ളതാണ് അല്ലെ? ആ ഒരു സിസ്റ്റം തന്നെ. അപ്പൊ പണ്ടാരപ്പാട്ട വിളംബരത്തിലൂടെ എന്തുണ്ടായി? കുടിയാന് സ്ഥിരാവകാശം കിട്ടി. വസ്തു കൈമാറ്റം ചെയ്യാനുള്ള അവകാശം കിട്ടി. പിന്മുറക്കാരന് ഈ വസ്തു അവകാശമുറക്കി കിട്ടും. ഭൂമി മെച്ചപ്പെടുത്താൻ പാട്ടക്കാരന് അവകാശമുണ്ട്. പൊതു ആവശ്യത്തിന് വേണ്ടി സർക്കാർ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ പാട്ടക്കാരന് ഭൂമിയുടെ വില നൽകുകയും ചെയ്യും. ഓക്കെ, ഇപ്രകാരമായിരുന്നു വിളംബരത്തിലെ വ്യവസ്ഥകൾ. അപ്പൊ പണ്ടാരപ്പാട്ട വിളംബരത്തിൽ പറഞ്ഞ വ്യവസ്ഥകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് എന്താണ്? 1867 ജന്മിക്കുടിയാൻ വിളംബരം. അതിനെയാണ് എന്തറിയപ്പെടുന്നത്? കാണാപ്പാട്ട വിളംബരം. 1867 ജന്മിക്കുടിയാൻ വിളംബരം നടക്കുന്നത്. അതിന് മറ്റൊരു പേരാണ് കാണാപ്പാട്ട വിളംബരം. ഇതിന്റെ പ്രത്യേകത എന്താണ്? വസ്തുവിൽ കുടിയാനുള്ള അവകാശത്തിന് സ്ഥിരത നൽകി. വസ്തു കുടിയാന് കിട്ടിയിട്ടുണ്ട്. ഇനി 1867 ജന്മിക്കുടിയാൻ വിളംബരത്തിലൂടെ അല്ലെങ്കിൽ കാണാപ്പാട്ട വിളംബരത്തിലൂടെ എന്തുണ്ടായി? വസ്തുവിൽ കുടിയാനുള്ള അവകാശത്തിന് സ്ഥിരത നൽകി. ഓക്കെ, നാഞ്ചിനാട്ടിലെ നികുതിയിൽ കുറവ് വരുത്തുകയും ചെയ്തു. അത് രണ്ട് കാര്യങ്ങളാണ് 1867 ജന്മിക്കുടിയാൻ വിളംബരം അഥവാ കാണാപ്പാട്ട വിളംബരത്തില് ഉണ്ടായ പ്രത്യേകത. വസ്തുവിൽ കുടിയാനുള്ള അവകാശത്തിന് സ്ഥിരത നൽകി. നാഞ്ചി നാട്ടിലെ നികുതിയിൽ കുറവ് വരുത്തുകയും ചെയ്തു. നെക്സ്റ്റ് 1883 വിശാഖം തിരുനാൾ രാജാവിന്റെ കാലത്തെ ഭൂസർവേ വിളംബരത്തിലൂടെ സമ്പൂർണമായ ഭൂസർവേയും കണ്ടെഴുത്തും നടത്തുന്ന കാര്യം പ്രസിദ്ധപ്പെടുത്തി. അപ്പോ ആരുടെ കാലത്താണ് ഭൂസർവേ വിളംബരത്തിലൂടെ സമ്പൂർണമായ ഭൂസർവേയും കണ്ടെഴുത്തും നടത്തുന്ന കാര്യം പ്രസിദ്ധപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ ആരുടെ കാലത്താണ്? വിശാഖം തിരുനാൾ രാജാവിന്റെ കാലത്ത്. ഏതാണ് ഇയർ? 1883
1863. അപ്പൊ നമ്മൾ ഇവിടെ 3 ഇയർ ആണ് ഇപ്പൊ പഠിച്ചത്. ഒന്ന് 1865 പണ്ടാരപ്പാട്ട വിളംബരം, 1867 ജന്മിക്കുടിയാൻ വിളംബരം അഥവാ കാണാപ്പാട്ട വിളംബരം, ദെൻ 1883 വിശാഖം തിരുനാൾ രാജാവിന്റെ കാലത്തെ ഭൂസർവേ വിളംബരത്തിലൂടെ സമ്പൂർണമായ ഭൂസർവേയും കണ്ടെഴുത്തും നടത്തുന്ന കാര്യം പ്രസിദ്ധപ്പെടുത്തി. ക്ലിയർ. നെക്സ്റ്റ്, കണ്ടെഴുത്തിന്റെ പ്രവർത്തനം ശ്രീമൂലം തിരുനാൾ രാജാവിന്റെ കാലത്ത് ത്വരിതപ്പെടുത്തുകയും 1886 ഒരു കണ്ടെഴുത്ത് വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തു. അതായത് 1883 വിശാഖം തിരുനാൾ രാജാവിന്റെ കാലത്തെ ഭൂസർവേ വിളംബരത്തിലൂടെ എന്ത് ചെയ്തു? സമ്പൂർണമായ ഭൂസർവേയും കണ്ടെഴുത്തും നടത്തുന്ന കാര്യം പ്രസിദ്ധപ്പെടുത്തി. ഇനിയോ ഈ കണ്ടെഴുത്തിന്റെ പ്രവർത്തനം ശ്രീമൂലം തിരുനാൾ രാജാവിന്റെ കാലത്ത് എന്ത് ചെയ്തു? ത്വരിതപ്പെടുത്തി 1886 ഒരു കണ്ടെഴുത്തു വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തു. തിരുവിതാംകൂറിൽ ജന്മിക്കുടിയാൻ റെഗുലേഷൻ നടപ്പിലാക്കിയത് 1896 പഠിച്ചു വെക്കട്ടാ. തിരുവിതാംകൂറിൽ, എവിടെ? തിരുവിതാംകൂറിൽ ജന്മിക്കുടിയാൻ റെഗുലേഷൻ നടപ്പിലാക്കിയത് 1896 തിരുവിതാംകൂറിൽ ജന്മിക്കുടിയാൻ റെഗുലേഷൻ നടപ്പിലാക്കിയത്. ക്ലിയർ ആയല്ലോ? ഇതിലൂടെ അസംഘടിതമെങ്കിലും കുടിയാന്മാർ അങ്ങിങ്ങു നടത്തി വന്ന അവകാശ സമരങ്ങൾക്ക് ഒരു അംഗീകാരമായി. അതായത് കർഷകർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സമരങ്ങൾ ഇങ്ങനെ അസംഘടിതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ ഒരു തിരുവിതാംകൂറിൽ ജന്മിക്കുടിയാൻ റെഗുലേഷൻ നടപ്പിലാക്കിയതിലൂടെ എന്തുണ്ടായി? ഈ കുടിയാന്മാര് അസംഘടിതമായിട്ടാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ നടത്തി വരുന്ന അവകാശ സമരങ്ങൾക്ക് ഒരു അംഗീകാരമായിട്ട് അത് വന്നു. ജന്മിത്വത്തെ നിയന്ത്രിക്കാനുള്ള സർക്കാരിന്റെ ആദ്യത്തെ കാൽവെപ്പായിട്ട് ഇത് വിലയിരുത്തപ്പെടുന്നു. ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ. എന്താണ്? ജന്മിത്വത്തെ നിയന്ത്രിക്കാനുള്ള സർക്കാരിന്റെ ആദ്യത്തെ കാൽവെപ്പായിട്ട് വിലയിരുത്തപ്പെടുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ്? തിരുവിതാംകൂറിൽ ജന്മിക്കുടിയാൻ റെഗുലേഷൻ 1896 നടപ്പിലായി. ഇത് ജന്മിത്വത്തെ നിയന്ത്രിക്കാനുള്ള സർക്കാരിന്റെ ആദ്യത്തെ കാൽവെപ്പായിട്ട് വിലയിരുത്തപ്പെടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പണ്ടാരപ്പാട്ട വിളംബരത്തിൽ പഠിച്ചു വെക്കാനുള്ളത്. നമ്മൾ റിപ്പീറ്റ് അടിച്ച് പറയുന്നില്ല, നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ടു നോക്കുക. അത്ര തന്നെയുള്ളൂ. വളരെ ചെറിയൊരു ക്ലാസ് അല്ലേ അല്ലെ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് അച്ചിപ്പുടവ സമരത്തിലേക്ക് പോവാം. അതും കൂടി ഇതിന്റെ ഒപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അച്ചിപ്പുടവ സമരം എന്താണ്? അച്ചിപ്പുടവ സമരം അച്ചിപ്പുടവ സമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. പക്ഷേ വളരെ കുറച്ച് കാര്യം മാത്രമേ അതിനകത്ത് പഠിക്കാനുള്ളൂ. അതായത് എപ്പോഴും ചോദിക്കാറുണ്ട് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ PSCക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു ഈ അച്ചിപ്പുടവ സമരം. അപ്പൊ അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് അച്ചിപ്പുടവ സമരത്തിലേക്ക് വരുമ്പോൾ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ എന്നുള്ള പേരാണ്. ക്ലിയർ. ആറാട്ടുപുഴ വേലായുധപ്പണിക്കരാണ് അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകിയത്. അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ആറാട്ടുപുഴ വേലായുധപ്പണിക്കരാണ് അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകിയത്. ഇനി എന്താണെന്ന് പറയാൻ പോവാണ്. അതായത് സവർണർക്കു മാത്രമേ മനോഹരമായ വസ്ത്രങ്ങൾ ധരിക്കാൻ ഈ കാലത്ത് അച്ചിപ്പുടവ സമരം നടക്കുന്ന സമയത്ത് എന്താ ഇതിന്റെ പ്രത്യേകത? ആ കാലത്ത് സവർണർക്ക് മാത്രമാണ് മനോഹരമായ വസ്ത്രങ്ങൾ ധരിക്കാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ താഴ്ന്ന ജാതിക്കാരെ, അത് ആണായാലും പെണ്ണായാലും, താഴ്ന്ന ജാതിക്കാര് ആണായാലും പെണ്ണായാലും മുട്ടിനു താഴെ മാത്രമാണ് വസ്ത്രം ധരിക്കാൻ അവരെ അനുവദിച്ചിരുന്നുള്ളൂ. ആരെങ്കിലും ഈ നിയമം ലംഘിച്ചാൽ അവരെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുമായിരുന്നു. ക്ലിയർ. അപ്പോ കായംകുളത്തിനടുത്ത് പതിയൂര് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അച്ചിപ്പുടവ ഉടുത്ത് നടന്ന ഒരു സമ്പന്ന ഈഴവ യുവതിയുടെ പുടവ സവർണർ വലിച്ചു കീറിക്കളഞ്ഞു. എന്താണ്ടായത്? അതായത് കായംകുളത്തിനടുത്ത് പഠിച്ചു വെക്കട്ടെ. കായംകുളത്തിനടുത്ത് എവിടെയാണ്? പതിയൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത്. എവിടെയാണ്? പതിയൂര്. കായംകുളത്തിനടുത്ത് പതിയൂരില് അച്ചിപ്പുടവ ഉടുത്ത് നടന്ന ഒരു സമ്പന്ന ഈഴവ യുവതിയാണ്. ഈഴവ യുവതിയുടെ പുടവ എന്ത് ചെയ്തു? സവർണർ വലിച്ചു കീറിക്കളഞ്ഞു. ഇതറിഞ്ഞ പണിക്കര് എന്ത് ചെയ്തു? ഏതാനും ഈഴവ യുവതികളെ അച്ചിപ്പുടവ ഉടുപ്പിച്ചിട്ട് ഈ പതിയൂരിലൂടെ, അതായത്
കായംകുളത്തുള്ള പതിയൂരിലൂടെ പരേഡ് ചെയ്യിപ്പിച്ചു. തുടർന്ന് എല്ലാ സ്ത്രീകൾക്കും മാന്യമായ വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശത്തിനായിട്ട് പണിക്കര് ആറാട്ടുപുഴയിലും പരിസരത്തും പണിമുടക്ക് നടത്തി. കൃഷി അടക്കമുള്ള ജോലികളിൽ നിന്നും ഈഴവരടക്കമുള്ള പിന്നാക്ക ജാതിക്കാരെന്ത് ചെയ്തു? മാറി നിന്നു. കാര്യങ്ങള് പന്തിയല്ലെന്ന് കണ്ട സവർണർ എന്ത് ചെയ്തു? ഒത്തുതീർപ്പിന് തയ്യാറാവുകയും ആ പ്രദേശങ്ങളിലെ സ്ത്രീകൾക്ക് അച്ചിപ്പുടവ ഉടുക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു. അല്ലെ, വളരെ ഒരു കുഞ്ഞു ടോപ്പിക്. അതായത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഈഴവ യുവതിയാണ് ആദ്യമായിട്ട് അച്ചിപ്പുടവ ഉടുത്തു വന്നത്. ഇവിടെ കായംകുളത്തിനടുത്ത് പതിയൂര്. അപ്പൊ അവർക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകള് അതറിഞ്ഞ ഈ നമ്മുടെ ആറാട്ടുപുഴ വേലായുധ പണിക്കര് അച്ചിപ്പുടവ ഉടുപ്പിച്ചിട്ട് ഈഴവ യുവതികളെ പതിയൂരിൽ പരേഡ് ചെയ്യിപ്പിച്ചു. പിന്നെ എന്താ പറയാ, ഇതിനെ തുടർന്ന് പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. അതേ തുടർന്ന് സവർണർക്ക് മറ്റ് നിവൃത്തി ഇല്ലാതെ വന്നപ്പോ അവരെന്ത് ചെയ്തു? അച്ചിപ്പുടവ ഉടുക്കുന്നതിന് ഉള്ള വിലക്ക് നീക്കം ചെയ്തു. അതാണ് നമ്മുടെ ആറാട്ടുപുഴ വേലായുധ പണിക്കരും അച്ചിപ്പുടവ സമരത്തിലും നമ്മൾ പഠിച്ചു വെക്കാനുള്ള കാര്യങ്ങള്. അപ്പൊ അതും വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും ഭാഗങ്ങളെ പഠിക്കുന്നുള്ളൂ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു.